ഞങ്ങളാണല്ലോ അവളെ കൊന്നതെന്നും പിന്നെ ആരെക്കുറിച്ചാണ് അവൾ ഈ പറയുന്നതെന്നും അയാൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായതേയില്ല. എന്തായാലും ദീപു ഈ സത്യങ്ങളൊന്നും അറിയുന്നതിന് മുമ്പ് എത്രയും വേഗം ആ റിസോർട്ടിൽ എത്തണമെന്ന് അയാൾ തീരുമാനിച്ചു. അയാളെയും പ്രിയയെയും രാത്രി റിസോർട്ടിൽ വെച്ച് കണ്ട ദീപു, നിങ്ങൾ എന്തിനാണ് ഈ രാത്രി ഇവിടെ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ഒരു മനസ്സമാധാനവും ഇല്ലെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രി തന്നെ പുറപ്പെട്ടതെന്നും അമ്മാവൻ പറഞ്ഞു. പ്രിയയെ റൂമിലാക്കിയ ശേഷം ആദർശും ദീപുവും ജോഷിയും കൂടെ ചേർന്ന് അങ്കിളിനെ റൂമിലേക്ക് വിളിച്ചു വരുത്തി. ആനിയെ അങ്കിളും കൂട്ടുകാരും ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ച കഥകളെല്ലാം ഓരോന്നായി ചോദിക്കുവാൻ തുടങ്ങി. അവർ ഈ കഥകളെല്ലാം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അയാൾ ആനിയെ ബോംബെയിലേക്ക് കയറ്റി വിട്ടതുവരെയുള്ള കഥകൾ മാത്രം പറഞ്ഞു. എന്നാൽ ഈ കഥയിലേക്ക് ഷൈനി എന്ന ആനിയുടെ അനിയത്തി എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ ആകെ ഞെട്ടിവിറച്ചു. ഷൈനി ആരാണെന്നും അവളെ തനിക്ക് അറിയില്ലെന്നും അയാൾ ഉറച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഇനിയും എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ടെന്നും മുഴുവൻ സത്യവും തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളെയും നിങ്ങളുടെ മകളെയും എനിക്ക് അവളിൽ നിന്ന് സംരക്ഷിക്കാനാകും എന്നും ആദർശ് പറഞ്ഞു. ഇത് കേട്ട അയാൾ, ഞാൻ ഈ പറയുന്ന കഥകളൊന്നും എൻ്റെ മകൾ ഒരിക്കലും അറിയരുതെന്ന് പറഞ്ഞ് അന്ന് നടന്ന കഥകളുടെ ബാക്കി പറയാൻ തുടങ്ങി. ആനിയെ ബോംബെയിലേക്ക് കയറ്റിവിട്ട ശേഷം താനും കൂട്ടുകാരും ദീപുവിനെ കാണുവാനായി വീണ്ടും ആ റിസോർട്ടിലേക്ക് തിരിച്ചപ്പോൾ വഴിമധ്യേ വീണ്ടും ആനി ഞങ്ങളുടെ വണ്ടിക്ക് കൈ കാണിച്ചപ്പോൾ അവളെ കണ്ട് ഞങ്ങൾ ആകെ ഞെട്ടി. ബോംബെയിലേക്ക് കയറ്റിവിട്ട വണ്ടിയിൽ നിന്ന് അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അവളെ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. ഈ കഥ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.